ലോകചരിത്രത്തിലെ ഫസ്റ്റത്തെ നമ്മളെ ടോപ്പിക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. അത് തൊട്ട് തുടങ്ങാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന്റെ ഡേറ്റ് അല്ല വർഷം അറിയാമോ? 1688. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. ഈ വിപ്ലവത്തിന് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? രക്തരഹിത വിപ്ലവമാണ്. കാരണം ഇതിൻ്റെ അകത്ത് വലിയ യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആധുനിക കാലത്തെ ആദ്യകാല വിപ്ലവങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ടിൽ നടന്ന മഹത്തായ വിപ്ലവം. ഇതിന്റെ മറ്റൊരു പേരാണ് രക്തരഹിത വിപ്ലവം. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഈ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് ട്യൂഡർ രാജവംശം. ഏത് രാജവംശം? ട്യൂഡർ രാജവംശം. ഈ ട്യൂഡർ രാജഭരണത്തിന് തുടക്കം കുറിച്ചതാരെന്നറിയാമോ? ഹെൻറി ഏഴാമൻ. ഹെൻറി ഏഴാമനാണ് ഇംഗ്ലണ്ടിൽ ട്യൂഡർ രാജഭരണത്തിന് തുടക്കം കുറിച്ചത്. 1485 മുതൽ 1603 വരെ ആയിരുന്നു ഈ ട്യൂഡർ രാജവംശത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ച ട്യൂഡർ രാജാക്കന്മാർ ആരുമായി സഹകരിച്ചിരുന്നു? പാർലമെന്റുമായി സഹകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. ട്യൂഡർ രാജവംശത്തിന് ശേഷം വന്നതാണ് സ്റ്റുവർട്ട് രാജവംശം. അവർ വന്നതിന് ശേഷമാണ് യുദ്ധമൊക്കെ തുടങ്ങിയത്. ട്യൂഡർ രാജവംശത്തിന് ശേഷം ആരായിരുന്നു വന്ന? സ്റ്റുവർട്ട് രാജവംശമാണ്. അവരുടെ ഭരണ കാലഘട്ടമാണെങ്കിൽ 1603 മുതൽ 1714 വരെ. 1603 മുതൽ 1714 വരെയാണ്. ഈ ട്യൂഡർ രാജാക്കന്മാരുടെയും ഈ തുടർന്ന് വന്ന സ്റ്റുവർട്ട് രാജാക്കന്മാരുടെയും അടിത്തറ പുതുതായി ഉയർന്നു വന്ന വ്യാപാരികളായിരുന്നു. അവരുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറെ വ്യാപാരികളൊക്കെ ഉണ്ടായി. അതായിരുന്നു ആരുടെ? സ്റ്റുവർട്ട് രാജാക്കന്മാരുടെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത്. സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളും ആയിരുന്നു. സ്റ്റുവർട്ട് രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപത്യ ഭരണം ആ ഒരു ഇതിലായിരുന്നു അവർ നിലനിന്നിരുന്നത്. അക്കാലത്തെ മെയിൻ രാജാവ് സ്റ്റുവർട്ട് രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്നു ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും. ഇവര് വിചാരിച്ചു വെച്ചിരുന്നതെന്ന് വെച്ചാൽ ഈ രാജാവിന്റെ അധികാരമൊക്കെ ദൈവദത്തം ആണെന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരുന്നത്. രാജാവിന്റെ അധികാരങ്ങളൊക്കെ ദൈവദത്തമാണെന്ന് ഇവര് ഉറപ്പിച്ചു വെച്ചിരുന്നു. കൂടാതെ ഇവര് പാർലമെന്റിനെ വകവയ്ക്കൂല. ഇവർക്ക് പാർലമെന്റ് ഇഷ്ടമല്ല. ഇവര് രാജാക്കന്മാരാണ് എല്ലാം. ആ ഒരു ഇതായിരുന്നു ആർക്കുണ്ടായിരുന്ന? സ്റ്റുവർട്ട് രാജവംശത്തിന് ഉണ്ടായിരുന്ന. എന്നാൽ ഈ സമയത്ത് വ്യാപാര രംഗത്ത് ഇംഗ്ലണ്ട് കൈവരിച്ച മുന്നേറ്റങ്ങളുടെ ഫലമായിട്ട് അവിടെ കുറെ വ്യാപാരികൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ മധ്യവർഗമല്ലേ. അപ്പൊ അവിടെ പുതിയ മധ്യവർഗം ഉയർന്നു വന്നു. ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന കമ്പനികൾ വിദൂര ദേശങ്ങളുമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? വ്യാപാരത്തിൽ ഏർപ്പെടാനൊക്കെ തുടങ്ങി. അങ്ങനെ ഉൽപാദനത്തെയും വിതരണത്തെയും ഗതാഗതത്തെയൊക്കെ നിയന്ത്രിച്ചിരുന്ന ഈ വ്യാപാരികൾ അനുകൂലമായാണ് ഇംഗ്ലീഷ് പാർലമെന്റ് നിയമങ്ങൾ പാസ്സാക്കിയിരുന്നത്. രാജാവിനെ നോക്കാതെ ഇവർക്ക് അനുകൂലമായിട്ട്, വ്യാപാരികൾക്ക് മധ്യവർഗത്തിന് അനുകൂലമായിട്ടാണ് പാർലമെന്റ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? നിയമങ്ങളൊക്കെ പാസ്സാക്കാൻ തുടങ്ങി. സമ്പന്നരായ ഭൂവുടമകളും വ്യാപാരികളും വിദ്യാസമ്പന്നരായ അഭിഭാഷകരും ഡോക്ടർമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്നതായിരുന്നു മധ്യവർഗം. ഡോക്ടർ, പിന്നെ ടീച്ചർമാര്, വ്യാപാരികള്, അഭിഭാഷകര്, വക്കീലന്മാര്, ഇതെല്ലാം ചേർന്നതായിരുന്നു മധ്യവർഗം. അവർക്ക് നല്ലത് വരുന്ന രീതിയിലായിരുന്നു പാർലമെന്റ് നിയമങ്ങളൊക്കെ പാസ്സാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ പാർലമെന്റ് പാസ്സാക്കിയ പുതിയ നിയമങ്ങൾ രാജാവും പാർലമെന്റും തമ്മിൽ ദീർഘനാൾ നിലനിന്ന ഭരണഘടനാപരമായ തർക്കങ്ങളായിരുന്നു. അപ്പം ഇവർക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ രാജാക്കന്മാർക്ക് ഇത് ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ എന്തോന്നുണ്ടായി? സംഘർഷങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടായി. ഈ തർക്കത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്യൂഡൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജാവാണോ അതോ മധ്യവർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർലമെന്റ് ആണോ ഇംഗ്ലണ്ടിലെ പരമാധികാരി എന്ന്? രാജാക്കന്മാര് വേണോ പാർലമെന്റ് വേണോ എന്നതായിരുന്നു ഇവർ തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ. അവിടെ 2 സഭയുണ്ടായിരുന്നു. ഒന്ന് ആംഗ്ലിക്കൻ സഭയും വേറൊന്ന് പ്യൂരിറ്റൻ സഭയും. ആംഗ്ലിക്കൻ സഭയെന്ന് പറഞ്ഞാൽ ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യണം? ആംഗ്ലിക്കൻ സഭ രാജാക്കന്മാരെയാണ് സപ്പോർട്ട് ചെയ്യണം. രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കത്തിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും 2 വശത്ത് നിലയുറപ്പിച്ചു. ഈ ആംഗ്ലിക്കൻ സഭ ഞാൻ വായിക്കാം. മതനവീകരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്ത ഒരു സഭയായിരുന്നു ആംഗ്ലിക്കൻ സഭ. കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ ഒരു സഭ രൂപീകരിക്കാൻ ഹെൻറി 8 തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഈ സഭ, കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെ എതിർത്തുകൊണ്ട് ഈ ഹെൻറി 8 മോൻ വന്നു. അയാളുടെ പേരാണ് എഡ്വേർഡ് 6. ആ എഡ്വേർഡ് 6 കാലത്ത് രൂപം കൊണ്ട സഭയാണ് പ്രൊട്ടസ്റ്റ് സഭ.
ഒരു പ്രത്യേക പ്രാർത്ഥനാ പുസ്തകം ഇവർ തയ്യാറാക്കിയിട്ട് ഇത് എല്ലാ ആരാധനാലയത്തിനും കൊടുത്തിട്ട് ഈ പുസ്തകത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, മതത്തെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞു. എലിസബത്ത് രാജ്ഞി വാഴ്ചയേറ്റപ്പം ഈ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എല്ലാവർക്കും സ്വീകാര്യമാവുന്ന രീതിയിൽ ആംഗ്ലിക്കൻ സഭ രൂപീകരിച്ചു. ഇവർ കത്തോലിക്ക മതവിഭാഗത്തെ എതിർത്തുകൊണ്ട് പുതിയൊരു മതസംഹിത കൊണ്ടുവന്ന് അത് അവസാനം ആംഗ്ലിക്കൻ സഭയായി. അതാണ് ആംഗ്ലിക്കൻ സഭ. ഇത് ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മതമായിട്ട് മാറി. ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മതമായിട്ട് ഇത് മാറി. എന്നാൽ ആംഗ്ലിക്കൻ സഭയിൽ അംഗമല്ലാത്തവർക്ക് കിരീടത്തിൽ എന്ത് കൊടുക്കൂല, അല്ല ഇംഗ്ലണ്ടിൽ എന്ത് കൊടുക്കൂല, കിരീട അവകാശം കൊടുക്കൂലെന്നും പറഞ്ഞു. പ്രൊട്ടസ്റ്റ് പരിഷ്കർത്താവായ ജോൺ കാൽവിൻ്റെ ഇംഗ്ലണ്ടിലെ അനുയായികളായിരുന്നു പ്യൂരിറ്റന്മാർ. പ്യൂരിറ്റൻ സഭ നിഷ്കർഷിച്ചിരിക്കുന്നത് പുരോഹിതന്മാരെയും അതുപോലെ മത അധ്യക്ഷനെയൊക്കെ ആര് തിരഞ്ഞെടുക്കും, വിശ്വാസികൾ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഇപ്പം പാർലമെന്റ് രാജാവും തമ്മിൽ അടിയൊക്കെ ആയി. രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കത്തിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും ഇരുപക്ഷത്തായി. ഈ രാജാക്കന്മാര്, സ്റ്റുവേർട്ട് രാജാക്കന്മാര് കത്തോലിക്ക മതവിഭാഗത്തിലുള്ളവരാണ്. പക്ഷെ ഈ ആംഗ്ലിക്കൻ സഭ എന്തോന്നെന്ന് പറഞ്ഞ് കത്തോലിക്കൻ മതവിഭാഗത്തെ എതിർത്തു എന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഈ രാജാക്കന്മാർ ആരെ കൂടെ നിന്ന്, ആംഗ്ലിക്കന്റെ കൂടെയാണ് നിന്നത്, ആംഗ്ലിക്കൻ സഭയുടെ കൂടെയാണ് നിന്നത്. സ്റ്റുവേർട്ട് രാജാക്കന്മാർ പൊതുവെ കത്തോലിക്ക വിശ്വാസികളായിരുന്നെങ്കിലും ആംഗ്ലിക്കൻ സഭ രാജാധികാരത്തോടൊപ്പം ചേർന്ന് നിന്നു. പ്യൂരിറ്റൻ സഭ പാർലമെന്റിനെയും ഇംഗ്ലണ്ടിലെ മധ്യവർഗത്തിന്റെ കൂടെയാണ് നിന്ന. പ്യൂരിറ്റൻ സഭ ആരുടെ നിന്ന്, പാർലമെന്റിന്റെ കൂടെ നിന്ന്. ആംഗ്ലിക്കൻ സഭ ആരുടെ നിന്ന്, സ്റ്റുവേർട്ട് രാജവംശത്തിന്റെ കൂടെ നിന്ന്. അങ്ങനെ പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി രാജാക്കന്മാർ പലതരത്തിലുള്ള നികുതികളൊക്കെ ഏർപ്പെടുത്താൻ തുടങ്ങി. പാർലമെന്റിന് വിരുദ്ധമായിട്ട് ആൾക്കാർ, ജനങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള നികുതികൾ ആര് വാങ്ങാൻ തുടങ്ങി, രാജാക്കന്മാർ, സ്റ്റുവേർട്ട് രാജവംശം വാങ്ങിക്കാൻ തുടങ്ങി. ഇത് പാർലമെന്റിനെ ചൊടിപ്പിച്ചു. അങ്ങനെ പാർലമെന്റും സ്റ്റുവേർട്ട് രാജവംശവും തമ്മിൽ എന്തായി, തർക്കങ്ങൾ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഈ പാർലമെന്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ ചാൾസ് ഒന്നാമൻ സ്റ്റുവേർട്ട് രാജവംശത്തിന്റെ രാജാവായി ചാൾസ് ഒന്നാമൻ. ഈ ചാൾസ് ഒന്നാമനെ നിർബന്ധപൂർവം പാർലമെന്റ് എന്ത് ചെയ്തു, ഒരു റൈറ്റിൽ ഒപ്പുവെച്ച്. ആ റൈറ്റിന്റെ പേരാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് ആരാണ്, ചാൾസ് ഒന്നാമൻ 1628. അത് നിർബന്ധിച്ചാണ് ഒപ്പുവെച്ചത്. അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്തു, ആ നിയമം ലംഘിച്ച്. ആര്, ചാൾസ് ഒന്നാമൻ ആ നിയമം ലംഘിച്ചിട്ട് ഇയാൾ വീണ്ടും സ്വേച്ഛാധിപത്യമായിട്ട് തന്നെ അവിടെ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇങ്ങനെ പോകെ ഇവരെന്ത് ചെയ്തു, സ്കോട്ട്ലാൻഡുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഈ സ്റ്റുവേർട്ട് രാജവംശം, ചാൾസ് ഒന്നാമൻ സ്കോട്ട്ലാൻഡുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ആര് തോറ്റ്, സ്റ്റുവേർട്ട് തോറ്റില്ല. സ്റ്റുവേർട്ടിന് പണത്തിന്റെ ആവശ്യമായിട്ട് വന്ന്, തോറ്റല്ലേന്ന് പണത്തിന്റെ ആവശ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് പണം വേണമെങ്കിൽ എന്ത് വേണം, നികുതി ഇനിയും വേണം. അതിനു വേണ്ടിയിട്ട് പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ആരും വേണം, പാർലമെന്റിന്റെ നിർദ്ദേശത്തോടെ നികുതി അംഗീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ 1640 ഒരു പാർലമെന്റ് വിളിച്ചു ചേർത്ത്. ആര് വിളിച്ചു ചേർത്ത്, രാജാവ് ചാൾസ് ഒന്നാമൻ പാർലമെന്റ് വിളിച്ചു ചേർത്ത്. അപ്പൊ കിട്ടിയ തക്കത്തിന് പാർലമെന്റ് എന്ത് ചെയ്തു, പാർലമെന്റിലുള്ള ആൾക്കാർ അയാളുടെ സ്വേച്ഛാധിപത്യ ഭരണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അയാളെ കൊണ്ട് അംഗീകരിപ്പിച്ച്. അങ്ങനെ രാജാവിന്റെ ആധിപത്യത്തിനെതിരായി അനേക നിയമങ്ങൾ നിർമ്മിച്ച ഈ പാർലമെന്റ് 1660 വരെ നീണ്ടു നിന്നു. 1640 വിളിച്ചു ചേർത്തത്, 1660 വരെ നീണ്ടു നിന്ന്. അങ്ങനെ ഇത് നീണ്ട പാർലമെന്റ് എന്നറിയപ്പെട്ടു. എന്തോന്നറിയപ്പെട്ട്, നീണ്ട പാർലമെന്റ്, ലോങ് പാർലമെന്റ്. ട്രിനൈൽ ആക്ട് ഉണ്ട് 1641. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ലോങ് പാർലമെന്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ട്രിനൈൽ ആക്ട്. അതിനുശേഷം കാലക്രമത്തിൽ പാർലമെന്റും രാജാവും തമ്മിലുള്ള ബന്ധമൊക്കെ വഷളായി വന്ന് അവസാനം പാർലമെന്റ് ജയിച്ചു. ഇപ്പൊ പാർലമെന്റ് വന്നു. ആഭ്യന്തര യുദ്ധമൊക്കെ ഉണ്ടായി. ആ ആഭ്യന്തര യുദ്ധത്തിൽ രാജാവിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് വിഭാഗം വിജയിച്ച്. ആ വിജയം നേടിത്തന്ന് ഇതേ തുടർന്ന് അധികാരത്തിൽ വന്ന ആളാണ് ഒലിവർ ക്രോംവെല് അധികാരത്തിൽ വന്നു. പക്ഷെ ഇയാളും ഒരു സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു. പാർലമെന്റിനെ മുൻനിർത്തിക്കൊണ്ട് അയാൾ സ്വന്തം ഇഷ്ടത്തിന് ഭരിക്കുകയാണ് ചെയ്തത്. ഈ ഒലിവർ ക്രോംവെല് അയാളെ അനുകൂലിക്കാത്ത ആൾക്കാർ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. ഇയാൾ
കൂടെ നിന്ന ആളാണെങ്കിലും ഇയാളുടെ ആശയങ്ങളോടൊന്നും പൊരുത്തപ്പെടാത്ത കുറെ ആൾക്കാർ ആ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇയാൾ എന്ത് ചെയ്ത് പിരിച്ചുവിട്ടിട്ട് ഇയാൾ അനുകൂലിക്കുന്ന കുറച്ച് ആൾക്കാർ കാണുമല്ല, അവരെല്ലാവരും കൂടെ ചേർത്ത് ഒരു പാർലമെന്റ് ആക്കി. അതിനെ എന്തെന്നറിയപ്പെടും? റെപ്പ് പാർലമെന്റ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് എന്നറിയപ്പെടും. ഈ ചാൾസ് ഒന്നാമനുണ്ടല്ലോ, ഈ ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതും ഈ റെപ്പ് പാർലമെന്റ് ആണ്, റംബ് പാർലമെന്റ് ആണ്, അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് ആണ്. ഇനി ഈ ഒലിവർ ക്രോംവെല് 1649 മുതൽ 1658 വരെ ഇയാൾ ഭരിച്ച്. ആ ഒരു കാലഘട്ടത്തിന് കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെട്ടു. കോമൺവെൽത്ത് കാലഘട്ടം. ഇയാൾ സ്വേച്ഛാധിപത്യ ഭരണോട് നിലനിർത്തിക്കൊണ്ട് പോയ പാർലമെന്റിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ക്രോംവെല്ല് ഭരണം നടത്തിയത് സ്വേച്ഛാധിപത്യ ഭരണ രീതിയിലാണ്. അങ്ങനെ ജനങ്ങൾ ക്രോംവെല്ലിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചെന്ത് വേണം, രാജകീയ ഭരണം വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇയാൾ സമ്മതിക്കൂല. ഈ ഒലിവർ ക്രോംവെല്ലിന്റെ മറ്റൊരു പേരാണ് ലോർഡ് പ്രൊട്ടക്ടർ. അങ്ങനെ അയാളുടെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രാജാക്കന്മാർ വന്നു തുടങ്ങി. ചാൾസ് രണ്ടാമൻ, നേരത്തേത്തത് ചാൾസ് ഒന്നാമനായിരുന്നു, അയാളെ വധിച്ച്. ഇപ്പം ഒലിവർ ക്രോംവെല്ലിന് ശേഷം ആര് വന്ന്? ചാൾസ് രണ്ടാമൻ വീണ്ടും വന്നു. അതിന് ശേഷമാണ് മഹത്തായ വിപ്ലവം തുടങ്ങണം. ചാൾസ് രണ്ടാമൻ വന്നു. ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തു? രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടു. ആ സമയത്ത് ആ ചാൾസ് രണ്ടാമൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ ഒരു രാഷ്ട്രീയ കക്ഷി രൂപം കൊണ്ട്. ആ രാഷ്ട്രീയ കക്ഷിയുടെ പേരാണ് വിഗ് ആൻഡ് ടോറി എന്നാണ് രാഷ്ട്രീയ കക്ഷിയുടെ പേര്. ജെയിംസ് രണ്ടാമൻ ഭരിച്ചുകൊണ്ടിരുന്നു. ജെയിംസ് കുഴപ്പമൊന്നും ഇല്ലാതെ പോയി. ജെയിംസ് രണ്ടാമൻ ഇറങ്ങി. അടുത്ത ആര് വന്നു? ചാൾസ് രണ്ടാമൻ ഭരിച്ചുകൊണ്ടിരുന്നു, കുഴപ്പമൊന്നുമില്ല, അയാൾ മാറിയിട്ട് അടുത്ത് ജെയിംസ് രണ്ടാമൻ കയറി. ആര് കയറി? ജെയിംസ് രണ്ടാമൻ കയറി. ജെയിംസ് രണ്ടാമനും സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു. ആർക്കെങ്കിലും ഒരു കുഴപ്പം കാണും. ജെയിംസ് രണ്ടാമൻ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള നടപടികളൊക്കെയാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്ന അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ഈ പാർലമെന്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ജെയിംസ് രണ്ടാമന്റെ മകളെ പോയി വിളിച്ചുകൊണ്ട് വന്ന്. തുടർന്ന് ജെയിംസ് രണ്ടാമന്റെ മകളായ മേരി സെക്കൻഡിന്റെ ഭർത്താവായ ഓറഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത്, ഓറഞ്ചിലെ വില്യം തേർഡിനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായി പാർലമെന്റ് അങ്ങ് പ്രഖ്യാപിച്ച്. അപ്പൊ ഈ ജെയിംസ് രണ്ടാമൻ വന്ന് നോക്കിയപ്പോൾ എൻ്റെ മോളും മരുമോനാണ് ഇരിക്കണം. അപ്പൊ യുദ്ധത്തിന് നിൽക്കൂല. അങ്ങനെ അയാൾ എന്ത് ചെയ്ത്, യുദ്ധമൊന്നും വേണ്ടെന്ന് വെച്ചാൽ അയാൾ അവിടെ നിന്ന് മാറിപ്പോയി, വേറെ സ്ഥലത്ത് പോയി, ഫ്രാൻസിലേക്ക് അഭയം തേടി. 1688 ആയപ്പോഴത്തേക്ക് ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് അഭയം തേടി. അയാൾ യുദ്ധമൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് മാറ്റിയോണ്ടാണ് ഇതിനെ രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് ഇത് തുടക്കം കുറിച്ചു. ഈ അധികാര കൈമാറ്റം അറിയപ്പെടുന്നതാണ് രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ജോൺ ഹാംഡൻ. ആരാണ്? ജോൺ ഹാംഡൻ. ഇതോടെ ഇംഗ്ലണ്ടില് ഫ്യൂഡൽ വ്യവസ്ഥ ദുർബലമായി. രാജാധികാരം ഉണ്ട് എന്ന ആരെ നിയന്ത്രണത്തിൽ? പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു രാജാധികാരം അവിടെ വന്ന്. രാജഭരണത്തിന് മേൽ പാർലമെന്റിന്റെ നിയന്ത്രണം നടപ്പിലാക്കിയത് പുതുതായി നിർമ്മിച്ച നയങ്ങളുടെ ഒരു പരമ്പരയിലൂടെ ആയിരുന്നു. കുറേ നിയമങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മേരിയെ കൊണ്ടൊക്കെ ഒപ്പിടിപ്പിച്ച് അതെല്ലാം നിയമമായി. അതിലൂടെ രാജഭരണം പാർലമെന്റിന്റെ അധികാരത്തിലാക്കി. ആ നിയമങ്ങളാണ് 1689 അവകാശ നിയമം, ബിൽ ഓഫ് റൈറ്റ്സ്. തുടർന്ന് ഇംഗ്ലണ്ടിൽ മതസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാം ജനങ്ങൾക്ക് ഉണ്ടായി. അവിടെ ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമേ ഇപ്പോഴും കിരീടം അവകാശമുള്ളൂ. എന്നിരുന്നാലും ജനങ്ങൾക്ക് വലിയ പരാതിയൊന്നുമില്ല. കാരണം അവർക്ക് സ്വാതന്ത്ര്യവും പാർലമെന്റിന് പരമാധികാരവും ഒക്കെ ലഭിച്ചു. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ രാജഭരണം നിലനിൽക്കുന്നെങ്കിലും രാജാവ് ഭരിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇനി വ്യാവസായിക വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടോ? വ്യാവസായിക വിപ്ലവത്തെ കുറിച്ച് പരാമർശിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ് വിശ്വചരിത്രാവലോകനം. ഇതിനെ വിമർശിച്ചുകൊണ്ട് പുറത്തിറക്കിയ വ്യാവസായിക വിപ്ലവത്തെ വിമർശിച്ചുകൊണ്ട് പുറത്തിറക്കിയ ചാർലി ചാപ്ലിന്റെ ചിത്രമാണ് മോഡേൺ ടൈംസ്. ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിളാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്നാണ് നടന്നത്? 1688 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം അവിടെ ഭരിച്ചിരുന്നത് ട്യൂഡർ രാജവംശമാണ്. ഹെൻറി 7-ാമനാണ്
ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഇവരുടെ കാലഘട്ടം 1485 മുതൽ 1603 വരെ. ട്യൂഡറിന് ശേഷം വന്നത് സ്റ്റുവർട്ട്. അതിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്നു ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും. ജെയിംസ് ഒന്നാമൻ കഴിഞ്ഞ് ചാൾസ് ഒന്നാമനൊക്കെ ആയപ്പോഴാണ് യുദ്ധമൊക്കെ തുടങ്ങിയത്. അവര് എന്തിനെയാണ് വിശ്വസിച്ചിരുന്നത്? സ്റ്റുവർട്ട് ദൈവദത്തമായിട്ടാണ് കണ്ടിരുന്നത്. അവരുടെ രാജഭരണം ദൈവദത്തമായിട്ടാണ് കണ്ടിരുന്നത്. ആംഗ്ലിക്കൻ സഭയും ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ, പ്യൂരിറ്റൻ സഭയും ഉണ്ടായിരുന്നു. ആംഗ്ലിക്കൻ സഭ രാജവംശത്തിന്റെ കൂടെ നിന്ന്, പ്യൂരിറ്റൻ സഭ പാർലമെന്റിന്റെ കൂടെ നിന്ന്. അവസാനം പാർലമെന്റ് ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്തു? ഒരു നീണ്ട പാർലമെന്റ് 1628 വിളിച്ചു ചേർത്ത്. എന്തിനു വേണ്ടിയിട്ട്? നികുതി അംഗീകരിക്കാൻ വേണ്ടിയിട്ട്. 1628 മുതൽ 40 വരെ 1628 ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച്, നിർബന്ധപൂർവ്വം പാർലമെന്റ് ഒപ്പുവെപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, അത് 28 അത് അയാൾ ലംഘിച്ച്. അതിനുശേഷം 1640 പാർലമെന്റ് വിളിച്ചു ചേർത്തത്. അത് 1660 വരെ നീണ്ടു നിന്നു. ഇത് നീണ്ട പാർലമെന്റ് എന്നറിയപ്പെട്ടു. അതിനുശേഷം പാർലമെന്റ് രാജാക്കൻ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായി. പാർലമെന്റ് വിജയിച്ചു. അതിൽ അധികാരത്തിൽ ആര് വന്നു? ഒലിവർ ക്രോംവെൽ അധികാരത്തിൽ വന്നു. പക്ഷെ അയാളും സ്വേച്ഛാധിപത്യ ഭരണമൊക്കെ ആയിരുന്നു. അതിനുശേഷം അയാളുടെ കാലം കഴിഞ്ഞിട്ട് വീണ്ടും രാജവാഴ്ച വന്നു. രാജവാഴ്ചയിൽ ചാൾസ് രണ്ടാമൻ വന്നു. ആ സമയത്ത് ഇംഗ്ലണ്ട് രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ് വിഗ് ആൻഡ് ടോറി. ചാൾസ് രണ്ടാമനെ തുടർന്ന് പിന്നെ ആര് വന്നു? ജെയിംസ് രണ്ടാമൻ വന്നപ്പോഴാണ് രക്തരഹിത വിപ്ലവം നടന്നത്. ജെയിംസിന്റെ മകളെയും മരുമകനെയും അവിടെ പാർലമെന്റ് ഭരണാധികാരിയായി പ്രഖ്യാപിച്ചു. അപ്പം ജെയിംസ് രണ്ടാമനൊന്നും പറയാനില്ല. അയാൾ ഫ്രാൻസിലേക്ക് 1688 എന്ത് ചെയ്തു? പലായനം ചെയ്തു. അത്രേ ഉള്ളൂ. പിന്നെ 1689 അവകാശ നിയമം. ഈ മേരിയെ കൊണ്ട് പാർലമെന്റ് കുറേ നിയമങ്ങളിൽ ഒപ്പുവെപ്പിച്ചു. ആ ഒപ്പിൻ പ്രകാരം രാജഭരണം പാർലമെന്റിന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്ന വ്യവസ്ഥ വന്നു. ഇതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. വർഷം എന്നായിരുന്നു? 1688. ആ വർഷമാണ് അയാള് ഫ്രാൻസിലേക്ക് പോയത്. ആര്? ജെയിംസ് സെക്കൻഡ് കഴിഞ്ഞു.